ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു കിഡിലൻ ഡീസൽ ടൊയോട്ടയുടെ കൊറോള, അതും സിംഗിൾ ഓണർഷിപ്പിൽ ഓൾമോസ്റ്റ് 3 ലക്ഷം രൂപ വരെ IDV ഇൻഷുറൻസ് IDV ഉള്ള ഒരു ക്ലീൻ പീസ് വണ്ടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫാമിലി യൂസിന് പക്ക ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ് ടൊയോട്ടയുടെ കൊറോള എന്ന് പറയുന്നത്. കാരണം ടൊയോട്ടനെ നമുക്കറിയാമല്ലോ, റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഇതിനെ വല്ല വേറൊരു ബ്രാൻഡ് ഇല്ല. കാരണം അത്രയും കിഡിലൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കണേ. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ കവർ ഇൻഷുറൻസിൽ ഇത്രയും കാലം ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വണ്ടിയുടെ ക്വാളിറ്റി അത്രയും പക്ക ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അത്രയും പക്ക ബ്രാൻഡ് ന്യൂ രീതിയിൽ തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. കാരണം ഇപ്പോൾ ടെസ്റ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ഉരച്ചിലുകൾ, ചെറിയ ടച്ചിങ് ചെയ്തൊന്നല്ലാണ്ട് മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല കേട്ടോ. അത്രയും ബ്രാൻഡ് ന്യൂ ലുക്കിൽ തന്നെയാണ് വണ്ടി ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാനിതിൻ്റെ ഇന്റീരിയർ വശങ്ങളൊന്നും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആ സീറ്റ് കവറും പിന്നെ ആ ഒരു സീറ്റ് കവർ മീൻസ് ആ ഒരു ടർക്കി ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ മിറർ, ഇതൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. AC ഒക്കെ പക്ക നീറ്റാണ്. വണ്ടിയുടെ സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ്. എഞ്ചിൻ വളരെ നീറ്റാണ്. മേജർ ഓയിൽ ലീക്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സൈഡ് ബോഡിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര പക്കയായിട്ടാണ് വണ്ടി കിടക്കുന്നത്. വേറെ ഒന്നും ഈ ബാഡ്ജിങ്ങുകളോ ഒന്നും പോയിട്ടില്ല കേട്ടോ. കണ്ട കൊറോള ഓൾട്ടീസ്, ടൊയോട്ടയുടെ ടൊയോട്ടയുടെ ബ്രാൻഡിൻ്റെ ലോഗോ, ടൊയോട്ടയുടെ ബ്രാൻഡ് നെയിം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യം കൊടുത്തിട്ടുണ്ട്. സോ ഇത് പക്ക ഒരു ഫാമിലി യൂസ്ഡ് വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്കാണ് വണ്ടി വരേണ്ടത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 5 lakhന് ബിലോ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാറ് നോക്കുന്ന പാർട്ടികൾക്ക് വളരെ നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൊയോട്ടയുടെ കൊറോളയാണ്. അതായത് കൊറോള നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. കാരണം സെഡാനാണ്, ലോങ് ഡ്രൈവിനൊക്കെ ഭയങ്കര രസമായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയാലും വണ്ടി വഴിയിൽ നിൽക്കില്ല. അതാണ് ടൊയോട്ടയുടെ വലിയ ഗ്യാരണ്ടി തരുന്നത്. ഈ സൈഡ് ബോഡി ആയാലും വളരെ നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള ഡെൻറ്റുകളോ കാര്യങ്ങളോ പാച്ചോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. സോ ഇതേപോലെയുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ നമ്മുടെ ചാനലിൽ ഒരുപാട് എടുക്കുന്നുണ്ട്. പിന്നെ ഡീസൽ കാറുകൾ നോക്കുക. അതായത് ഡീസൽ കാറിന് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം നല്ല ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡീസൽ കാറുകൾ എല്ലാവരും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡ്രൈവിംഗ് സുഖവും ആ ഒരു ത്രില്ലും ഒരിക്കലും നമുക്കൊരു നോർമൽ പെട്രോൾ EV-യിലൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട്നെസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ലും ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ച് വീടിനെ മുറ്റത്തിടാവുന്ന ഒരു കിഡിലൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എന്താ പറയുക, എക്കണോമി ആയിട്ടുള്ള നല്ലൊരു ഡീസൽ കാറാണ് ടൊയോട്ട കൊറോള എന്ന് പറയുന്നത്. സോ ഈ വാഹനം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതുപോലെയുള്ള ഫാമിലി യൂസ്ഡ് കാറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വല്ല പ്രീമിയം കാർ കൊടുക്കാനുണ്ടെങ്കിൽ അതും വേഗം തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്ത് തരും. എന്നിട്ട് സെയിൽ ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് ചെറിയ കമ്മീഷൻ തന്നാൽ മതി. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.